ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് മസാല ചേർത്തിട്ടുള്ള ചിരട്ടപ്പുട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ഇതുവരെ തയ്യാറാക്കാത്തവർ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ ബീഫ് പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ബീഫിൻ്റെ ഒരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം സൈസുള്ള സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ അല്പം കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ അല്പം മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ബീഫ്, എല്ലൊന്നും ഇല്ലാത്ത ബീഫ് ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി മസാല തയ്യാറാക്കാൻ തുടങ്ങാം. ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ഞാൻ അപ്പോൾ പറയാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്തിട്ട്, ഇഞ്ചിയും അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടില്ല. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1-2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ സവാള തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികൾ അല്പം നമ്മൾ ബീഫിൽ ചേർത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാളയിലേക്കും തക്കാളിയിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം.
ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ബീഫ് ക്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, ഇല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ചിയെടുത്താലും മതിയാവും. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. നമ്മൾ ബീഫിൽ ഓൾറെഡി നേരത്തെ ചേർത്തതാണ്. നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില നല്ല നാച്ചുറലായിട്ടുള്ള മല്ലിയിലയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പറിച്ചെടുത്തതാണ്. നമുക്കിതിന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് പുട്ടിനുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി പുട്ടിനുള്ള അരിയൊന്ന് നനച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്ര പുട്ടാണോ വേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് അല്പം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. ഈ പുട്ടുപൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്. കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് പുട്ടുപൊടിയല്ല. ഞാൻ പാക്കറ്റ് പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ എല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചിട്ടാണ് എടുക്കാറുള്ളത്. ഇതിൻ്റെ പ്രോൺ മസാല വെച്ചിട്ടുള്ള ഒരു ചിരട്ടപ്പുട്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അത് കാണുക. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കണം. ഞാൻ 1 കപ്പ് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ അടിയിലായിട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. ശേഷം മുകളിലായിട്ട് പകുതി ഭാഗം വരെ നമ്മുടെ കുഴച്ച് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആ അരിപ്പൊടി കവർ ചെയ്യുന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കണം. ശേഷം മുകളിലായിട്ട് ഈ മസാലയെ കവർ ചെയ്യുന്ന രീതിയിൽ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അമർത്തി കൊടുക്കരുത്. മെല്ലെ മുകളിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് അമർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ പുട്ട് ഹാർഡായി പോവും. ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ശേഷം ഈ പുട്ടിനുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിരട്ട വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് അടുത്ത ചിരട്ടപ്പുട്ട് ഒന്ന് നിറച്ചെടുക്കണം. അരി നിറച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അടിയിലായിട്ട് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. മുകളിൽ നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ശേഷം മസാല ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് അല്പം കൂടി അരിപ്പൊടി കൊണ്ട് ഈ മസാല ഒന്ന് കവർ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുട്ടാണിത്.
അതുപോലെ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇത് നിറക്കുമ്പോഴേക്കും നമ്മുടെ നേരത്തെയുള്ള പുട്ടിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് പകരം നേരത്തെ നിറച്ച് വെച്ചത് വെച്ച് കൊടുക്കുക. ഇതുപോലെ 2 ചിരട്ടയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒന്നെടുക്കുമ്പോൾ അടുത്തത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ പുട്ടും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ പുട്ടും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മസാല ചിരട്ടപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.